അച്ഛനെന്താ വരാതെ? മോള് കളിച്ചോ? അച്ഛൻ ഇപ്പൊ വരും. എന്തെന്നാടി ഇങ്ങനെ നോക്കി കൊടുക്കുന്നേ? കുറെ സ്നേഹല്ല. ഇവിടെ അച്ഛൻ വരുന്നുണ്ടോ നോക്കിയതാന്നമ്മേ. അവൻ ദുബായി ഇപ്പൊ വന്നാലില്ലു. അവന്റെ ഫ്രണ്ടിന്റെ വീട്ടിലെല്ലാം പോയിട്ടൊന്ന് വരട്ട്. എനിക്കെന്തായി തിരക്ക്? അച്ഛൻ എന്നെ വന്നിട്ട് നോക്കിയത് പോലും ഇല്ല. ഇതെന്ത് തിരക്കാ അമ്മമ്മേ? അച്ഛനിപ്പം വരും മോളെ, നീ കളിച്ചോ? അതാ മോളെ അച്ഛൻ വരുന്നുണ്ട്. ആ മോളെ വാ. ഓ അച്ഛൻ വേറെക്കും കൊണ്ട് അച്ഛൻ. ഓ എന്ത് നാണമ്മേ. മോൾക്ക് എന്നെ കാണാഞ്ഞിട്ട് ആകെ വിഷമായി കാണും അല്ലേ? ഓ അച്ഛനെ കാണാഞ്ഞിട്ട് മോക്ക് ഇരുത്തം വരുന്നില്ല. മോളെ പറയുന്നു കെട്ടുവാനെ കാണിട്ട് നിൽക്കല്ലേ കള്ളക്കണിയില്. ഓ ഈ അമ്മേന്റെ ഒരു കാര്യം. കൂളിംഗ് ഗ്ലാസ് നീ എടുത്തോ. ആ ഇട്ടോ കേട്ടോ നോക്കട്ടെ കാണട്ടെ. ആ അടിപൊളി. അച്ഛനെല്ലാം നീ തന്നെ എടുത്തോ. ആ കണ്ണട ഒക്കെ കൊടുത്തു അല്ലേ? മോളെ അത് അച്ഛൻ തന്നെ കൊടുക്ക്. മോളെ ആ കൂളിംഗ് ഗ്ലാസ് നീ തന്നെ വെച്ചോ, ആർക്കും കൊടുക്കണ്ട കേട്ടോ. ഈ അമ്മക്കൊന്നും വേറെ പണിയില്ല. ഈ വയസ്സുകാലത്ത് ഞാൻ എന്ത് പണിയാ എടുക്കണ്ട്? നിന്നെ ഇത്ര ഞാൻ പോറ്റിയിട്ടില്ലേ? അത് എനക്കെന്താ മോളെ ആ കൂളിംഗ് ഗ്ലാസ്? എന്റെ മോൻ കൊടുത്തതല്ലേ? ആ എടി നീ അമ്മക്ക് പ്രഷറിന്റെ ഗുളിക കൊടുത്തിട്ടില്ലേ? ഗുളിക നല്ല സമയമായിട്ടില്ലേ? അതാ നീ പിച്ചും പേലും പറയുന്നത്. ഏട്ടാ അതിന് സമയമായിട്ടില്ല ഗുളിക കൊടുക്കാൻ വേണ്ടീട്ട്. എന്നെ പ്രഷറിന്റെ ഗുളിക ഞാൻ എടുത്ത് തിന്നു. നിങ്ങൾ ഓളും പോലും എന്നെ തീറ്റിക്കണ്ട. ഈ അമ്മേൻ്റെ ഒരു കാര്യം, അമ്മ അപ്പം നോക്കിയാൽ എന്നെയും ഭാര്യയും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. എന്താ ചെയ്യാം? ഏട്ടൻ ഗൾഫിൽ നിന്ന് വന്നേലേ ഇല്ലമ്മേ, ഒന്ന് സമാധാനം കൊടുക്ക്. എന്റെ മോനോടല്ലേ ഞാൻ പറയുന്നത്, നിനക്കെന്താ? ഇതെന്റെ മോൻ ദുബായിൽ നിന്ന് തുടങ്ങിയാണ്. എങ്ങനെയുണ്ടടി? സത്യം പറയാലമ്മേ, സീരിയൽ നടീനെ പോലെയുണ്ട്. വല്ല സീരിയലിൽ എങ്ങനെ അഭിനയിക്കാൻ പോയിക്കോ, നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. അമ്മക്ക് ഈ കൂളിംഗ് ഗ്ലാസ് നന്നായി ചേരുന്നുണ്ട്, സൂപ്പറാണ്. ഈ കൂളിംഗ് ഗ്ലാസ് അമ്മ തന്നെ എടുത്തോ, ആർക്കും കൊടുക്കണ്ട. ആ എടി എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഞാൻ അകത്തൊരു സ്വർണ്ണമാല വെച്ചിരുന്നു പെട്ടിയിൽ, അത് കാണാനില്ല. മാലയാ? ഏത് മാലയാന്നേട്ടാ? ഗൾഫിൽ എൻ്റെ കൂടെ താമസിക്കുന്ന എൻ്റെ സുഹൃത്ത് അവൻ്റെ വീട്ടിൽ കൊടുക്കാൻ വേണ്ടി തന്ന സ്വർണ്ണമാലയാണ്. എടാ ആ മാല ശരിക്കും നോക്കടാ, കടിയും കടിയും ഉണ്ടാവും. രണ്ടുപോന്റെ മാലയല്ലേ? 3-3.5 ലക്ഷം രൂപ വില വരുന്ന സാധനല്ലേ? അത്രക്ക് തന്നോണ്ടെങ്കിൽ നീ സ്വർണ്ണമാല വാങ്ങിക്കൊടുക്കടി. നിങ്ങൾ അമ്മ എന്തല്ലേ ഈ പറയുന്നത്? ഞാനത് ഭദ്രമായിട്ട് പെട്ടിയിൽ വെച്ചതാണ്, പിന്നെ അതവിടെ പോയി. നീ വിമാനത്തിന് വരുമ്പം ആ മാല കടലിലേക്ക് വീണു, അങ്ങനെ പറഞ്ഞാൽ മതി അവരോട്. ആ കൊള്ളാം കൊള്ളാം, അമ്മയുടെ ബുദ്ധി കൊള്ളാം. ഞാനല്ലേ അത് ഭദ്രമായിട്ട് ആ പെട്ടിയിൽ വെച്ചത്, പിന്നെ അതെവിടെ പോയി? ഞാൻ പറഞ്ഞില്ലേ, നീ വിമാനത്തിൽ വരുമ്പം ആ മാല കടലിലേക്ക് വീണു, അതുപോലെ അവരോട് പറഞ്ഞാൽ മതി. ആ അമ്മ ഒന്ന് മിണ്ടായിരിക്കേ. ആ രാമേന്ദ്ര, ഗൾഫിലൊരു ചേട്ടൻ നിന്റെ കയ്യിൽ ഒരു മാല കൊടുത്തോട്ടില്ലേ? ആ മാല തന്നിന്, അതെ 2 പവൻ്റെ സ്വർണ്ണമാലയാണ്. ഞാനത് വൈകിട്ട് വീട്ടിലെത്തിക്കാം കേട്ടോ, ഒരു തിരക്കായി പോയി. എന്നാ ശരി, ഓക്കെ, നീ വൈകുന്നേരം കൊണ്ടുത്താ. ആ എടി ആ മാലേൻ്റെ ആൾക്കാരാന്ന് വിളിച്ചത്, ആ മാലയിന്ന് വൈകിട്ട് കൊണ്ടു കൊടുക്കണം. മാല കിട്ടാണ്ട് എങ്ങനെ കൊണ്ടു കൊടുക്കും മനുഷ്യ? നീ ഇല്ലാതെ മാല എന്തിനാ കൊണ്ടു കൊടുക്കാൻ നിൽക്കുന്നത്? നീ വിമാനത്തിൽ വരുമ്പം കടലിൽ വീണു എന്ന് പറഞ്ഞാൽ മതി. അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ, ആ മാല കൊടുത്തില്ലെങ്കിൽ ആകെ പ്രശ്നമാവും. 2 പവന്റെ മാലയാണ്. ഏട്ടാ മോളെ കയ്യിലതാ മാല. അമ്മമ്മേന്റെ സഞ്ചിക്കെട്ടെന്ന് കിട്ടിയതാണ്. എന്നാലും എന്റെ അമ്മേ. ആ അമ്മ അപ്പൊ കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നു അല്ലേ? മോനെ ആ മാല എനിക്ക് തന്നാ മോനെ, നീ വരുമ്പോ വിമാനത്തിന് കടലിലേക്ക് വീണു എന്ന് പറഞ്ഞാൽ മതി. അയ്യോ എന്റെ അമ്മേ.